മാറ്റൻ ചേട്ടന് വേറെ കഥയുണ്ട്. മാറ്റൻ ചേട്ടൻ നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാറ്റൻ ചേട്ടൻ നേപ്പാളിൽ പടം വരയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അവിടുന്നാണ് മിമിക്രിക്ക് വന്നത്. അതെ അതെ, നാഗാലാൻഡില്. അതറിയോ? അത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് മിക്കവരും പുറത്തു പോകുന്ന കേട്ടിട്ടുണ്ടല്ലോ. ഞാനപ്പോ ഇവിടെ KGT ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു ഡ്രോയിങ് മാഷാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ അടുത്ത മേഖല പിടിച്ചു. അത് നാഗാലാൻഡ്. മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ് അടുത്തടുത്തല്ലേ. ആ മേഖലയിലേക്ക് കടന്നുകൂടി. അവിടെ ഞാനൊരു ചിത്രകാരനായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ മാറ്റൻ ചേട്ടൻ നമുക്ക് ചിത്രകാരനായിട്ട്? കുട്ടികളെ പടം വരയ്ക്കുക, ഡ്രോയിങ് മാഷ്. പക്ഷെ ഞാനൊരു പൂമ്പാറ്റയെ ബോർഡിൽ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുഷ്പം വരച്ചാൽ ആ കുട്ടികളോട് പേപ്പർ എടുക്കുന്നു. അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരു ഡ്രോയിങ് മാഷിന്റെ ഒരു ഉൾപ്പുളകം മനസ്സിലായി കാണുമല്ലോ. എന്റെ പൂമ്പാറ്റ അവർ അത് അതേപടി പകർത്തുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു, പേപ്പർ എടുക്കുന്നു. പക്ഷെ ഞാൻ കണ്ടത് ഭീകരമായി ഞെട്ടിപ്പോയി. വരച്ചിരിക്കുന്ന AK-47, തോക്ക്, പീരങ്കി, ഇതൊക്കെയാണ്. അതാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. പൂമ്പാറ്റ ഒന്നൊന്നുമില്ല. തോമസ് തോപ്പിൽക്കുടി ചേട്ടൻ കത്തയച്ച് വിളിച്ചു വരുത്തി. അത് അപ്പൊ എന്നെ തോമസ് തോപ്പിൽക്കുടി എന്നെ വിളിക്കുന്നു. നിനക്ക് പറ്റിയ മേഖല അതല്ല, നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പൊ അന്നും മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത്. ജോക്കേഴ്സ് ആലുവ എന്ന് പറഞ്ഞൊരു ട്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്താണ് ഞാൻ അങ്ങോട്ട് പലായനം ചെയ്തത്.